Hello everybody, welcome back to Spanish with Lali. Let's get started today's class. അപ്പോൾ ഇന്നത്തെ ക്ലാസ് desde ഇതൊരു വേർഡാണ് desde എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ കോൺജുഗേഷൻ എങ്ങനെയാണ്, അതാണ് ഇന്നത്തെ ക്ലാസ്. ഇതൊരു പ്രൊപ്പോസിഷനാണ്. desdeയുടെ മീനിങ് സിൻസ് എന്നുണ്ട്, ഫ്രം എന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫ്രം ദേ എന്നൊരു ഇതാണ് ഇവിടെ ദേ. ഈ ദേയുടെ മീനിങ്ങും ഫ്രം ആണ്. ഈ desde ആൻഡ് ദേ ക്യാൻ ബി കൺഫ്യൂസിങ് പെയറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് desdeയാണ്. അപ്പോൾ സിൻസ് വരുമ്പോൾ നമ്മളൊരു സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുന്നു? ഓക്കെ, desde cuando, since when. Desde means since, cuando when. അപ്പോൾ since when, desde cuando. ഇനി ഫ്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ desde എങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം? ഫ്രം now on, desde ahora. ahora means now. desde ahora എന്ന് പറഞ്ഞാൽ ഫ്രം now on, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് now. അതുപോലെ desde ahora, desde ya, desde ya എന്ന് പറയും. ഈ രണ്ടിൻ്റെ അർത്ഥം ഫ്രം now on or starting now. എക്സാമ്പിൾ, desde ahora no bebo más എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ഡ്രിങ്കിങ് എനിമോർ ഫ്രം now on. desde ahora no bebo más. no ഇംഗ്ലീഷിലെ നോയും സ്പാനിഷിലെ നോയും സെയിം ആണ്. ബെബോ ഇറ്റ് സെൽഫ് മീനിങ് ഐ ഡ്രിങ്ക്, മാസ് എനിമോർ. അപ്പോൾ പറയുന്നത് ഫ്രം now on ഐ എം നോട്ട് ഡ്രിങ്കിങ് എനിമോർ. desde ahora no bebo más. ഇനി desde luego, ഓഫ് കോഴ്സ്. ഇവിടെ ഫ്രം കാണിക്കുന്നില്ല, സിൻസ് പറയുന്നില്ല. desde luego ഈ ഒറ്റ വേർഡിൻ്റെ അർത്ഥം ഓഫ് കോഴ്സ്. ഓഫ് കോഴ്സ് വേറെയും വേർഡുണ്ട്, ക്ലാരോ, പൊസുപ്പേസ്തോ അങ്ങനെ. പക്ഷെ desde കൂടെ നമുക്ക് ഓഫ് കോഴ്സ് പറയാം, desde luego. ഇനി desde hoy, അവിടെ ഫ്രം മീനിങ് വരുന്നുണ്ട്. ഫ്രം ടുഡേ, desde hoy ഇങ്ങനെ പറയാം. hoy എന്ന് പറഞ്ഞാൽ ടുഡേ. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, HOY എന്നാണ് എഴുതിയിരിക്കുന്നത് hoy. പക്ഷേ H ഒരിക്കൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്തില്ല. നമ്മൾ എഴുതുമ്പോൾ മാത്രം HOY, ബട്ട് പ്രൊനൗൺസ് നമ്മൾ ചെയ്യണം O തൊട്ടേ ഉള്ളൂ, ഓയ്. അത് സ്പാനിഷിലെ ഒരു പ്രത്യേകതയാണ്. H നിങ്ങൾ എഴുതുമ്പോൾ യൂസ് ചെയ്യും, പറയുമ്പം H സൈലന്റ് ആണ്. ജസ്റ്റ് ലൈക്ക് ഹിയർ, സി, hola a todos. hola means hello to everybody. ഇവിടെ നമ്മൾ ഹോല എന്നല്ല പറയുന്നത്, ഓല. അപ്പോൾ അവിടെ H സൈലന്റ് ആണ്. ഓയ് ടുഡേ, H സൈലന്റ് ആണ്. സോ അതൊന്ന് കീപ്പ് ഇൻ യുവർ മൈൻഡ്. അതുപോലെ desde mañana, from tomorrow. mañana means tomorrow, hoy means today. അപ്പോൾ നമ്മൾ desde കൂടെ എക്സ്ട്രാ വേർഡ്സും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രം വന്നു, ഇവിടെ ഫ്രം വന്നു. ഇനി നമ്മൾക്ക് അടുത്ത yo trabajo aquí, I work here. yo trabajo aquí desde. ഇതിൻ്റെ അർത്ഥം yo means I, trabajo means I work. ഈ trabajo ഇറ്റ്സെൽഫിൻ്റെ മീനിങ് ആണ് ഐ വർക്ക്. ഇവിടെ ജോ അല്ലെങ്കിൽ യോ ഇല്ലെങ്കിലും അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഐ വർക്ക് അക്കി ഹിയർ, desde. പിന്നെ നമ്മുടെ ആ ടൈം പീരീഡ് കൊടുക്കണം. ഐ വർക്ക് ഹിയർ desde, ഫ്രം വെൻ. അവിടെ ഇയറോ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ desde ശരിക്കും പറഞ്ഞാൽ desde റെഫറൻസ് ദ ബിഗിനിങ് ഓഫ് ആൻ ആക്ഷൻ, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിനാണ് മെയിനായിട്ട് നമ്മൾ desde ഉപയോഗിക്കുന്നത്.
ഫ്രം വാട്ട് ടൈം അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഈ ദസ്തയുടെ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം. ഇനി ദസ്തെ ആസെ പൊക്കോ, അതുപോലെ ദസ്തെ ആസെ മൂച്ചോ എന്ന് പറഞ്ഞാൽ ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. പൊക്കോ മീൻസ് പൊക്കോ, ഷോർട്ട്. ആസെ അതിൻ്റെ കൂടെ വരുന്നത്, ആസെ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് എനിക്കത് പറയാൻ അർത്ഥം, പക്ഷേ ഇത് ഓൾ ടുഗദർ ദസ്തെ ആസെ പൊക്കോ ഫോർ എ ഷോർട്ട് ടൈം. അതുപോലെ ദസ്തെ ആസെ മൂച്ചോ ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ ഈ ദസ്തെ പ്രപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക, ദസ്തെ ആൻഡ് ദേ രണ്ടിൻ്റെ മീനിങ് ഫ്രം ആണ്. പക്ഷേ ഡിഫറെൻ്റ് കോണ്ടെക്സ്റ്റിൽ നമുക്കതിൻ്റെ മീനിങ്ങിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. മെയിനായിട്ട് ഓർക്കുക, ദസ്തെ എപ്പോഴും ഒരു ബിഗിനിങ് ഓഫ് ആൻ ആക്ഷൻ, ആ ടൈം പീരീഡാണ് ഇതിൻ്റെ മെയിനായിട്ട് ദസ്തയ്ക്ക് യൂസ് ചെയ്യുന്നത്. ദേ എന്ന് പറയുമ്പോൾ ലൈക്ക് ഐ ആം ഫ്രം ഇന്ത്യ, ജോസോയ് ദേ ഇന്ത്യ, അവിടെ ഓഫാണ് ദേ വരുന്നത്. അത് ഐ ആം ഫ്രം ഇന്ത്യ, ഫ്രം അവിടെയുണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ദസ്ത അല്ല ദേ ആണ്. അങ്ങനെ ചെറിയൊരു കൺഫ്യൂസിങ് വേർഡാണ് ദസ്ത ആൻഡ് ദേ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരുമാതിരി ദസ്തയെക്കുറിച്ചുള്ള ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ്സിൽ കൂടെ. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേ. ഹasta luego. See you later. Bye.